ഹായ് വെൽക്കം ടു ഓട്ടോ സ്പേസ്. KTMന്റെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ ഏറ്റവും നല്ല ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള ഒരു അടിപൊളി വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ മോട്ടോർ സൈക്കിളാണ് KTM Duke 125. പ്രീമിയം 125 വേണം എന്ന ചിന്താഗതിയുള്ള ഒരാൾക്കാണ് നമ്മൾ ഡ്യൂക്ക് 125 സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം പൊക്കമുണ്ട്, അത്യാവശ്യം ഒരു വണ്ടി വേണം, കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം എന്ന് തോന്നുന്നു. നമ്മൾ ആൾട്ടർനേറ്റീവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രീമിയം 125. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ബാക്കിൽ ഡിസ്ക് വരുന്നുണ്ട്. മിക്ക വണ്ടിയൊക്കെ ഇപ്പോഴും റിയറിൽ റംബ് ഒക്കെ ഇരുന്നതാണ് 125 എന്ന് പറഞ്ഞ സെഗ്മെന്റ്. പിന്നെ വീട്ടുകാർക്കൊക്കെ എടുത്തു കൊടുക്കാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അത്രയും പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി കുറച്ച് മൂവിങ് പയ്യായിരിക്കും പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും അവർക്ക്. എന്നാൽ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു പെപ്പിനെസ് ഉണ്ടാവും. ബട്ട് 200 അത്രയും അല്ല. എന്നാൽ നമ്മൾ നോർമൽ 125 കമ്മ്യൂട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് വരുന്നത്. എന്താ പറയുക, ഓവറോൾ ഡിസൈൻ ആയാലും നമ്മുടെ ബിഗർ സിബ്ലിങ്ങുമായിട്ട് സാമ്യം ഉള്ളതുകൊണ്ട് തന്നെ ഏതാണ് നമ്മൾ ഈ റോഡിൽ കൂടെ പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല. ഇതിന്റെ സ്പെക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാനായിട്ട് ബിപിൻ നമ്മുടെ കൂടെ ഉണ്ട്. ബിപിൻ പറയൂ. ഇത് നമ്മുടെ 200ന്റെ ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ ലാംഗിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് ലൈറ്റ്സ് നോർമൽ ഹാലജൻ ലാംപ്സ് ആയിരിക്കും വരുന്നത്. ഡ്യൂക്ക് 125 കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി, അതായത് നമുക്കൊരു നമ്മൾ ലൈസൻസ് ഒക്കെ എടുത്തു, ഒരു KTM വേണം, അതെ, ഒരു പ്രീമിയം 125 വേണം എന്ന ചിന്താഗതിയുള്ള ഒരാൾക്കാണ് നമ്മൾ ഡ്യൂക്ക് 125 സജസ്റ്റ് ചെയ്യുന്നത്. മെയിൻലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 200ന്റെ സെയിം റിസംബിൾസ് ഉണ്ട്, എന്നാൽ അത്രയും അഗ്രസീവ് അല്ല. അപ്പം കുറച്ചും കൂടെ നമുക്ക് ബിഗിനർ ആയിട്ട് ഒരു പുതിയൊരു റൈഡറിനെ പഠിക്കാനും, പിന്നെ ഫാമിലിയിൽ കുറച്ച് ഇപ്പം അത്യാവശ്യം പൊക്കമുണ്ട്, അത്യാവശ്യം ഒരു വണ്ടി വേണം, കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം എന്ന് തോന്നുന്നു. നമ്മൾ ആൾട്ടർനേറ്റീവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രീമിയം 125. അപ്പം ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഷാസി ആയാലും നമ്മുടെ എന്താ പറയുക ഓവറോൾ ഡിസൈൻ ആയാലും നമ്മുടെ ബിഗർ സിബ്ലിങ്ങുമായിട്ട് സാമ്യം ഉള്ളതുകൊണ്ട് തന്നെ ഏതാണ് നമ്മൾ ഈ റോഡിൽ കൂടെ പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് കൺട്രോൾഡായിട്ട് ഇത് റൈഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. കൂടാതെ എഫിഷ്യൻസി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 45+ എഫിഷ്യൻസി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നമ്മൾ റീസണബിൾ ആയിട്ടാണ് റൈഡ് ചെയ്യുന്നത്. എന്നാൽ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു പെപ്പിനെസ് ഉണ്ടാവും. ബട്ട് 200ന്റെ അത്രയും അല്ല. എന്നാൽ നമ്മൾ നോർമൽ 125 കമ്മ്യൂട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് വരുന്നത്. പിന്നെ KTMന്റെ പ്രീമിയംനെസ്, അതായത് നമുക്ക് സസ്പെൻഷൻ
അപ്സൈഡ് ഡൗൺ ഫോക്സ് 125 അധികം കാണാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. പിന്നെ നമ്മുടെ റിയർ മോണോഷോക്ക് നമുക്ക് വരുന്ന എന്താ പറയുക സിംഗിൾ ആണ് വരുന്നത്. ബാക്കി മിക്ക കമ്പ്യൂട്ടർ സെഗ്മെന്റിലും ട്വിൻ ആയിരിക്കും, ട്വിൻ സെറ്റപ്പ് ആണ്. ഇതിലിപ്പോൾ നമുക്ക് ഒറ്റ ഒരു സ്പോർട്ടി ക്യാരക്ടർ ഇതിന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിൽ ഡിസ്ക് വരുന്നുണ്ട്. മിക്ക വണ്ടിയൊക്കെ ഇപ്പോഴും റിയറിൽ റംബ് കയറുന്നതാണ് 125 എന്ന് പറഞ്ഞ സെഗ്മെന്റ്. അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രീമിയം 125 അതാണ് നമ്മുടെ ഡ്യൂക്ക്. ഇപ്പോൾ ഒരു ബിഗിനറിനായാലും കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് റൈഡറിനായാലും ഒരു 390 ഉള്ള ഓണറിന് ഒരു ചെറിയ മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 125 വരെ സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ച് അധികം ആൾക്കാർ അങ്ങനെ അറിയത്തില്ല. എന്തോ കൂടുതൽ ആൾക്കാർ 200 ആണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ലൊരു മോട്ടോർ സൈക്കിളാണ്. ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് കംഫർട്ടബിൾ ആസ് 200. പിന്നെ കുറച്ചും കൂടെ വീട്ടുകാർക്ക് കുറച്ചും കൂടെ സമാധാനം. ഓൾമോസ്റ്റ് ഐഡന്റിക്കലാണ് വെയിറ്റ് വരുന്നത്. പിന്നെ വീട്ടുകാർക്കൊക്കെ എടുത്തു കൊടുക്കാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അത്രയും പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി കുറച്ച് മൂവിങ് പയ്യായിരിക്കും പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും അവർക്ക്, വീട്ടിലിരിക്കുന്നവർക്ക് കുറച്ചും കൂടെ ഒരു സമാധാനത്തോടെ കൊണ്ടു നടക്കാം. $13.5 ലിറ്ററിന്റെ ടാങ്ക് വരുന്നുണ്ട്. പിന്നെ വൈറ്റ് പ്ലസ് പറഞ്ഞ് കാണുമ്പോൾ നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക അട്രാക്റ്റീവ് ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല അട്രാക്റ്റീവ് ആണ് വരുന്നത്. ഇതാണ് 125 മെയിൻലി ഈ ഒരു എഞ്ചിൻ നമ്മുടെ ഓൾമോസ്റ്റ് കമ്പോണൻസ് എല്ലാം 200 നിന്നാണ്. പക്ഷേ ഒരു ബോറും ഷോർട്ടാണ്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ കോമ്പാക്ട്. എഫിഷ്യൻസി KTM ഏറ്റവും എഫിഷ്യൻസി നോക്കി KTM എടുക്കുവാണെങ്കിൽ 125 എടുത്ത് പോവുക. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് നേരെ സാരഥി KTM കഴക്കൂട്ടം ഷോറൂം സന്ദർശിച്ചാൽ മതി. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.